ഇന്ന് നമുക്കൊരു അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കാം. നമ്മൾ ചായക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സുഖിയനില്ലേ, അതെങ്ങനെയാണ് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, വേഗം വീഡിയോയിലേക്ക് പോകാം. സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തേക്കുന്നത്. ഇത് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. ഇതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് മൈദയും ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അരിപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നില്ലേ, ആ അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കുന്ന ബാറ്ററില്ലേ, ആ ഒരു പരുവത്തിൽ വേണം ഇതെടുക്കാനായിട്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കർ ഇവിടെ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. പ്രഷർ എല്ലാം പോയിട്ട് നമ്മൾ കുക്കർ തുറന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ ചെറുപയറിന്റെ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായിട്ട് വേണം ഇരിക്കാനായിട്ട്. എന്ന് പറഞ്ഞ് ഒത്തിരി അങ്ങ് വേവിക്കേണ്ട, ഈ ഒരു പരുവം മതി. ഇനി വേറൊരു പാനിലേക്ക് നമ്മൾ ശർക്കര പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം ശർക്കരയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് പാനിയാക്കി എടുത്താണ്. ഇനി അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശർക്കരയൊക്കെ നന്നായിട്ട് വറ്റി വരത്തില്ലേ, ഈ തേങ്ങയിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ട് ഒന്ന് വറ്റി വരുന്ന പരുവാവുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടി പിടിച്ചു പോകും. ഇപ്പൊ തേങ്ങ ഇവിടെ നന്നായിട്ട് വിളയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്ക ചതച്ചും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ചെറുപയറില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിലർ ഇതിലേക്ക് ജീരക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു കൈ കൊണ്ട് ഉരുളയാക്കാവുന്ന പരുവാവുന്നിടം വരെ നമുക്കിത് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ ഉരുട്ടിയെടുക്കണം. അതിനുവേണ്ടി ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പരുവില്ലേ, ആ ഒരു പരുവത്തിൽ ഉരുളയാക്കി കൈ കൊണ്ട് നന്നായിട്ട് ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കി കൊടുക്കണം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉരുട്ടിയെടുക്കാം. ഇപ്പൊ നമ്മൾ ഇതെല്ലാം ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ഓരോ ഉരുളകളായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ബാറ്ററില്ലേ, മൈദയുടെയും അരിപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത ബാറ്റർ, അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ മാത്രം വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വഴിക്ക് ഇത് പൊട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മാത്രം വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടൈപ്പുള്ള സുഖിയനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.